ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒരു സംശയം ഉണ്ടാവും, പാല വെട്ടിയ വീടിന് പണി കിട്ടുമോ? അതെന്താണ് ഞാനിങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ ഒരു 2 കൊല്ലമായി ഞാനൊരു വീടും പറമ്പും കൂടെ മേടിച്ചിട്ട് ആ വീടിന്റെ ഫ്രണ്ടിലൊരു പാലയും നിൽപ്പുണ്ട്. ആ പാലയൊന്ന് വെട്ടിക്കളയാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടുകാർ സമ്മതിക്കില്ല, നമ്മുടെ കൂട്ടുകാർ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല വെട്ടിയാൽ പണി കിട്ടും. എന്താണ് കാരണം? നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു പാല നിൽപ്പുണ്ടെങ്കിൽ ആ പാല വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ്, നമ്മുടെ വീട്ടിലുള്ളവർ ഇരുന്ന് പോകും. അങ്ങനെ പല പ്രശ്നങ്ങളാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും പേടി വരും, ഇത് വെട്ടിക്കഴിഞ്ഞാൽ എന്താകും പണിയെന്ന്. അങ്ങനെ 2 കൊല്ലമായിട്ട് നമ്മളിത് വെട്ടിയില്ല. ഇനിയിപ്പം വരട്ട എന്ന് വിചാരിച്ച് നമ്മൾ പാല വെട്ടാൻ തീരുമാനിച്ചു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ 2 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും സംഭവിച്ചു. അപ്പൊ ഇത് പാല വെട്ടിക്കഴിഞ്ഞിട്ടാ സംഭവിക്കണമെങ്കിലോ? അവൻ പാല വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പറ്റിയെന്ന് പറയും. അപ്പൊ പറ്റാവുന്നതെല്ലാം പറ്റി. അപ്പൊ ഇനിയിപ്പോ പാല വെട്ടിയാൽ എന്താ പ്രശ്നം? അങ്ങനെയാണ് നമ്മൾ പാല വെട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾ കാണുന്ന കൂട്ടുകാരൊക്കെ പറയണം, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ എവിടെയെങ്കിലും പാലം ഉണ്ടായിരുന്നപ്പോൾ ആ പാല വെട്ടിയിട്ട് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഹിന്ദു ആചാരപ്രകാരം പാല വീട്ടുമുറ്റത്ത് നിന്നു കഴിഞ്ഞാൽ അത് വെട്ടുന്നത് പ്രശ്നമാണ്. പ്രത്യേകിച്ച് കന്യാമൂലയിൽ ആണ് എങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാണെന്നാണ് നമ്മുടെ പഴയ ആൾക്കാർ പറയുന്നത്. അങ്ങനെ പറച്ചിൽ കേട്ട് മടുത്തിട്ടാണ് എന്തായാലും ഞാൻ പാല വെട്ടിയത്. ഇനിയിപ്പോൾ പാല വെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ തുടർ വീഡിയോയിൽ പറയാം. പക്ഷെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് കാണാത്തവർക്കും ഒക്കെ ഉള്ള ഒരു സംശയമാണ്, ഈ പാല നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം അത് വെട്ടാവോ വെട്ടാൻ പാടില്ലയോ എന്നുള്ളത്. ചിലവർ കണിയാനെ വിളിച്ചുകൊണ്ട് വരുന്നു, നമ്പൂതിരിമാരെ വിളിച്ചുകൊണ്ട് വരുന്നു, ജ്യോത്സ്യന്മാരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇത് വെട്ടാൻ പറ്റുമോ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്ക് പ്രശ്നമുണ്ടാവുമോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. നമ്മളിത് വെട്ടാൻ വേണ്ടി ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മൾ ജ്യോത്സ്യനെയും കണ്ടില്ല, കണിയാനെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ആ പാല അങ്ങ് വെട്ടിക്കളയാനും തീരുമാനിച്ചു, വെട്ടിക്കളയുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം. ഈ പാല വെട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടായെന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഇവൻ എന്തിനാ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അതല്ല, ഇനി വെട്ടാനുള്ളവർക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മുടെ പാല അങ്ങനെ താഴത്തും വീണ് പിറ്റേ ദിവസം തന്നെ നമ്മളൊരു JCB വിളിച്ച് ആ പാലയുടെ അടിവരെ മൊത്തം മാതിക്കളഞ്ഞ്. വേറൊന്നുമല്ല കേട്ടോ, ഇനി ഇവനെങ്ങാനും വീണ്ടും കിളുത്ത് വന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വീണ്ടും ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തെ പാല് നമ്മൾ വെട്ടിക്കളഞ്ഞ് ഇനി പണി എന്തൊക്കെയാ കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. ബൈ ബൈ.